കഴിഞ്ഞ ദിവസം ഞാനൊരു നിക്കാഹിന് പോയ സമയത്ത് ഞാൻ ആ ഒരു ഫംഗ്ഷന്റെ ഹാളിലോട്ട് കയറിയ സമയത്ത് നല്ല കിടിലൻ ഊതിന്റെ സ്മെല്ല്. എനിക്ക് പരിചയമുള്ള സ്മെല്ലാണ്, പക്ഷെ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഭയങ്കര ഒരു ഊതിന്റെ സ്മെല്ല്. പെർഫ്യൂം ലവറെ സംബന്ധിച്ചിടത്തോളം അത് ആരടിച്ചെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സ്മെല്ലാണെങ്കിൽ അയാളെ ഒരു കാരണവശാലും ആ ഹാള് വിട്ട് പോകാൻ സമ്മതിക്കരുത്. കാരണം എന്താ, അത്രയും രസമല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഊതിന്റെ ഫ്രാഗ്രൻസ്. അങ്ങനെ ഞാൻ പണി തുടങ്ങി. ഞാൻ എല്ലാ ഹാളിലും ഇങ്ങനെ ചുറ്റി അവസാനം ഞാൻ എന്ത് ചെയ്തു, സ്മെല്ല് വരുന്ന ഏരിയ ഞാൻ ഫൈൻഡ് ചെയ്തു. സമാധാനമായി. ഒരു 4-5 യങ്ങായിട്ടുള്ള ചെക്കന്മാരെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ക്രൗഡിലോട്ട് കയറി ചിന്തിച്ചു, നിങ്ങളിതിൽ ആരോ ഒരാൾ നല്ല കിട്ടിലും ഊതടിച്ചിട്ടുണ്ട്, അത് ആരാ ചോദിച്ചു. അപ്പോൾ ഞാൻ കയറിയ സമയത്ത് 2 ആൾക്കാർ പുറത്ത് പോകുന്നുണ്ട്. അതിൽ പറഞ്ഞു ഇന്ന ആൾ അടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവരുടെ പിന്നാലെ പോയിട്ട് ചോദിച്ചു, ബ്രോ നിങ്ങളിതിൽ ആരാണ് നല്ല ഊതടിച്ചത്? ആ പറഞ്ഞു ഇവനാണെന്നുള്ളത്. ഞാൻ എന്ത് ചെയ്തു, മൂപ്പരൊന്ന് ഹഗ് ചെയ്യുന്ന രൂപത്തിൽ ഒന്ന് സ്മെല്ല് പിടിച്ചപ്പോൾ എൻ്റെ പൊന്നെ എന്ത് രസമുള്ള ഊതിന്റെ സ്മെല്ലാണ്. പറഞ്ഞു നോക്കുമ്പോൾ ഏതാ ഫ്രാഗ്രൻസ്, ഇതാ അഹദൽ മാരിബിന്റെ സമ്മർ ഊത്. പക്ഷെ എനിക്കിത് ആ പ്രൊജക്ഷനിൽ സ്മെല്ല് കറക്റ്റ് ഇങ്ങോട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിത് ഡയറക്റ്റ് സ്മെല്ല് ചെയ്യുമ്പോഴും ഒരാൾ അടിച്ച് പ്രൊജക്ട് ചെയ്യുന്ന സ്മെല്ലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ വെറുതെ പറയില്ല, എനിക്കുണ്ടായ അനുഭവമാണ്. അത്രയും അടിപൊളിയായിട്ടില്ല. സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റും. നാട്ടിലിപ്പോൾ ചൂടാണ്, ചൂട് കുറഞ്ഞു വരുന്നുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ആ സമ്മറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ ഊത് ഫ്രാഗ്രൻസ് ആണ് അഹ്മദൽ മാരിബിന്റെ സമ്മർ ഊത്. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബിലോ.